നമസ്കാരം. വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് മദ്രസപ്പടിയിൽ തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് 3 ആടുകൾ ചത്തു. 2 ആടുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം. പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമെന്ന് നാട്ടുകാരുടെ പരാതി. താനൂർ അട്ടത്തോട് മദ്രസപ്പടിയിലെ കുറുംതൊടിയിൽ ഹൈദ്രോസിന്റെ ഉടമസ്ഥതയിലുള്ള ആടുകൾക്കാണ് തെരുവ് നായകളുടെ കടിയേറ്റത്. തെരുവ് നായകളുടെ ആക്രമണത്തിൽ 3 ആടുകൾ ചത്തു. 2 ആടുകൾ ഗുരുതരാവസ്ഥയിലാണ്. ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് വീട്ടുകാർ സംഭവം അറിയുന്നത്. നായകളുടെ കുരക്കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. തുടർന്ന് കൂട് നോക്കിയപ്പോഴാണ് ആടുകൾ കടിയേറ്റ് കിടക്കുന്നത് കണ്ടത്. അതായത് രാവിലെ 5 മണിക്ക് നായിൻ്റെ സൗണ്ട് കേട്ടപ്പോഴാണ് ഞങ്ങൾ വന്ന് നോക്കിയത്. അതിൻ്റെ സൗണ്ട് കേട്ട് വന്ന് നോക്കിയപ്പോൾ ഇവിടെ കൂട്ടിലിങ്ങനെ സ്വാഭാവികമായിട്ട് കിടക്കുന്ന രീതിയിലാണ് കണ്ടത്. അപ്പോൾ രണ്ടാമത്തെ കൂട്ടിൽ നോക്കിയപ്പോഴാണ് ഇങ്ങനെ 3 ഇങ്ങനെ ചത്ത് കിടക്കണേ കാണുന്നത്. അപ്പോൾ നായ്ക്കൾ 2 നായ്ക്കളുണ്ടായിരുന്നു. അത് ഞങ്ങൾ വടിയെടുത്ത ഓടി രക്ഷപ്പെട്ട്. പക്ഷെ നായ്ക്കൾ കൂട്ടിൽ കയറി അടയാളങ്ങൾ കാണുന്നില്ല. ഇവിടെ ശരിയായി പട്ടികൻ്റെ അവിടെ ഒരു ഗ്യാപ്പുണ്ട്. അതിനുള്ളൂ കാര്യമായിട്ട്. വേറെ കൂട് പൊളിച്ചിടൊന്നുമില്ല. 3 ആടുകളും ചത്ത് കിടക്കുകയാണ്. 2 ചെറിയ കുട്ടികളുണ്ട്, 1 മാസം പ്രായമായ. അത് ഒന്നതിനുള്ളിൽ തന്നെ ജീവനോടുണ്ട്, ഒന്ന് പുറത്ത് ഓടി രക്ഷപ്പെട്ടിരിക്കണേ. അപ്പം അങ്ങനെ സംഭവിച്ചിരിക്കണേ. എന്താണ് നായ ഉപദ്രവിച്ചതിനാണോ ഇനി വേറെ എന്തെങ്കിലും എന്തെന്ന് അറിയില്ല. അപ്പോൾ ഒരു കുട്ടിയെ ഡോക്ടറെ ഇത് കൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അത്രേ ഉള്ളൂ. കാൽപ്പാട് ഒരു കാലിൻ്റെ അടയാളം കാണുന്നുണ്ട്. നായിൻ്റെതാണ് ഒരു ഉറപ്പില്ല. കുറച്ച് വലിപ്പമുണ്ടത്, വലിയ അടയാളങ്ങളുണ്ട്. നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ സ്ഥലം സന്ദർശിച്ചു. വീട്ടുകാർക്ക് ആവശ്യമായ സഹായത്തിനുള്ള ശ്രമം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഈ നടന്നിട്ടുള്ള സംഭവം ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാലും രാവിലെ തന്നെ നമ്മൾ ഈ വീട്ടുടമ കൗൺസിലർ എന്ന നിലയിൽ ബന്ധപ്പെടുകയും ഇവിടെ സന്ദർശിച്ചപ്പോൾ അറിയുന്നത് ഇത് വലിയൊരു പ്രയാസമുള്ള ഒരു മാനസികമായിട്ട് വേദനയുള്ള ഒരു സംഭവമായിട്ട് നടന്നുള്ളത്. 3 ആടുകളും വലിയ ആടുകളാണ് 3 ചത്ത് കിടക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ആശങ്ക പറഞ്ഞിട്ടുള്ളത് കാൽപ്പാടുകൾ നോക്കുമ്പോൾ ഒരു നായയുടെ കാൽപ്പാട പോലാത്ത രീതിയിലാണ് നമുക്ക് നോക്കുന്നത്. പിന്നെ അതിൻ്റെ ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ വന്ന് പരിശോധിച്ചിട്ട് നമുക്കതിൻ്റെ ഒരു വിലയിരുത്താൻ പറ്റുള്ളൂ. നായ്ക്കളുടെ ശല്യം ഏകദേശമുള്ള ഏരിയ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നഗരസഭ ചെയർമാനെ അറിയിച്ചിട്ടുണ്ട്, ഇതിൻ്റെ മൃഗ ഡോക്ടർമാരെ അറിയിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റെയും അതേപോലെ തന്നെ പോലീസിനെയും വിവരം അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു നിജസ്ഥിതി അറിയാനുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മളെ പ്രദേശത്ത് ഈ വാർത്ത ഇനി അറിയുമ്പോൾ വ്യാകുലതാവേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാർഡ് കൗൺസിലർ PT അക്ബർ, പൊതുപ്രവർത്തകൻ ബഷീർ തുടങ്ങിയവരും സ്ഥലത്തെത്തി. മൃഗാശുപത്രി ഡോക്ടർ ജിഷ്ണുവിന്റെ നേതൃത്വത്തിൽ ആടുകളെ പോസ്റ്റ്മോർട്ടം നടത്തി. പരിക്കേറ്റ ആടുകൾക്ക് ചികിത്സയും നൽകി. മൃഗാശുപത്രി അസിസ്റ്റന്റ് ഹരിയും ഒപ്പമുണ്ടായിരുന്നു. വെട്ടം ന്യൂസ്, താനൂർ. തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.